എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗവും അനുകൂലമായതിന്റെ ആഹ്ലാദത്തിലാണ് UDF ക്യാമ്പ്. 80 മുതൽ 90 സീറ്റ് വരെയാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെക്കാൾ മികച്ച വിജയം നേടുമെന്നാണ് KC വേണുഗോപാൽ ഇന്ന് പ്രതികരിച്ചത്. ഞങ്ങൾ യഥാർത്ഥ വിധിയിലേ വിശ്വസിക്കുന്നുള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒന്നുമല്ല വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഫീൽഡിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്ഥാനാർത്ഥികളുമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ഓർഗനൈസേഴ്സുമായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും. എക്സിറ്റ് പോളുകളെ അതിജീവിക്കുന്ന വിജയമായിരിക്കും. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചോദിക്കാത്തത്? പ്രതിപക്ഷ നേതാവ് ആരാകും? ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലാണ്. അപ്പൊ ആരാണ് ഇനിയുള്ള കാലം അവരെ നിയമസഭയിൽ നയിക്കുന്നത്? അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെർട്ടിനന്റ് ചോദ്യം. അത് നിങ്ങൾ ആരും ചോദിക്കുന്നില്ല. വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, നേരത്തെ മുതൽ തന്നെയുള്ള ആത്മവിശ്വാസമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകളിലേക്കൊക്കെ വലിയ സജീവമായി കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ആത്മവിശ്വാസത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നു, അല്ലേ? ശ്രുതി, റീജിത്ത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 10ഓളം എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന്റെ പ്രതീക്ഷകൾക്ക് ശക്തി പകരുന്നത് തന്നെയാണ്. 80 മുതൽ 90 വരെ സീറ്റുകൾ ലഭിക്കും എന്നുള്ള കണക്കുകൂട്ടലാണ് UDF ക്യാമ്പിലുള്ളത്. ഒരു ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അലയടിച്ചാൽ അത് 100 തൊടും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തീർച്ചയായും UDFന്റെ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് ആവേശത്തിലുമാണ്. അത് മാത്രമല്ല, 2021 LDFന് ഭരണ തുടർച്ച ഉണ്ടായപ്പോഴുള്ള രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ എന്ന് UDF കണക്കുകൂട്ടുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഫലങ്ങളും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ്, തൃക്കാക്കര മുതൽ ഇങ്ങോട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലെ ഫലങ്ങളുമെല്ലാം ആ സൂചനയാണ് UDFന് നൽകുന്നത്. UDFന്റെ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനവും അതാണ്. അത് മാത്രമല്ല, തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം വലിയ പ്രതീക്ഷയാണ് UDFന് നൽകുന്നത്. മധ്യ കേരളത്തിൽ UDFന് വലിയ അനുകൂല സാഹചര്യം ഒരുക്കുന്ന മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് M വിട്ടുപോയതിനു ശേഷമുള്ള വോട്ട് ചോർച്ചയെല്ലാം പരിഹരിക്കാനായി എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നൽകുന്നു. ഫലമൊക്കെ നൽകുന്നു. ആ സൂചനകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വലിയ പ്രതീക്ഷയിൽ UDF നിൽക്കുന്നത്. ആ പ്രതീക്ഷകൾക്കിടയിലേക്കാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നിരിക്കുന്നത്. ഇത് അനുകൂല സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയ്ക്ക് കൂടുതൽ ശക്തി പകർന്നിരിക്കുകയാണ് UDF ക്യാമ്പിൽ. ശരി, വ്യക്തമാണ്. എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗവും അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. വിശദാംശങ്ങളാണ് ലേബി സജീന്ദ്രൻ നൽകിയത്.